ഐറിന്റെ ആളെത്തിക്കടേ. ഉമ്മ എന്തിനൊക്കെ അറിയണമ്മ? കെട്ടിപ്പിടിച്ച മുടുത്തളേ മകൻ വന്ന് കണ്ടില്ലപ്പാ. അസ്സലാമലൈക്കും പൊന്നാരൻ ചമ്മാണിക്കല്ലേ. അപ്പൊ നമ്മളെ ഇമ്മു മരിച്ചിട്ട് ഇന്നൊക്കെ ഒരു കൊല്ലം തികയാണല്ലേ ജസിയെ. എന്തായാലും മൂന്നും മാണ്ടികളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇന്നിപ്പോൾ പിന്നെ കുറച്ച് കുടുംബങ്ങളും എല്ലാവരും വന്ന് ചെറിയൊരു പരിപാടിയും കാര്യങ്ങളും ഉണ്ട്. മൗലൂദും ദിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൂന്നിൻ്റെ പരിപാടി കൂടാം. ഇന്ന് ആശി ഒരു 10 ദിവസത്തിന് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പിന്നെ ആശിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ്ട് പോവുകയാണ്. അപ്പോൾ ബാക്കി നമുക്ക് എയർപോർട്ടിൽ നിന്ന് ആശി പോയിട്ട് ഇപ്പോൾ എത്രയായി? 2 മാസമായി. എന്തായാലും ആശിനെ കൊണ്ടുവരാൻ പോയൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ്. നമ്മള് ആശിനെ എയർപോർട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്ട് പോവാണ്. അപ്പൊ ആളെ കൊണ്ട പിന്നെ ആളെ കൊറേ ഇറങ്ങിയിട്ട് നമ്മള് ലേറ്റ് ആവുള്ളൂ. കാരണം ഒരാദ്യമായിട്ട് ഗൾഫിൽ നിന്ന് വരികയാണ്. നമ്മൾ അങ്ങനെ തന്നെ ഉള്ളു പോകും. കാരണം എന്താ അറിയോ, ഈ അവിടെ പോയാണ്ട് നിക്കണ പരിപാടി ഉണ്ടല്ലോ, അത് തീരെ പറ്റൂല. അപ്പൊ എയർപോർട്ടിൽ ഇങ്ങനെ പോയിരുന്നു. ബാക്കിൽ നമ്മള് കുഞ്ഞിരാവനും ഉണ്ട്. സാമ്പാർ വണ്ടക്കെട്ട് അരി വിലം കടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പൊ എയർപോർട്ടിൽ പോയി നോക്കാം നമുക്ക് എന്താണോ അതിന്റെ അവസ്ഥ കാര്യങ്ങളൊന്നും അറിയില്ല. ദൈ വരൂല നടന്നു വരുന്നുണ്ടാവും ചിലപ്പോ. ഏതായാലും 2 മാസം തടിയൊക്കെ മറ്റേ പെയ്ക്കണെന്നാണ് പറഞ്ഞത്. തീറ്റന്റെ ബുക്കേ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ കണ്ണപ്പന്. കണ്ണമ്പായാണ് പാർക്കിങ്ങിന്റെ അടുക്കൊന്നും പോകണ്ടെന്നാണ് കണ്ണമ്പായി പറയണത്. എന്തായാലും നമുക്ക് പോയി വെക്കാം. എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്താരാഷ്ട്രീയ അതൊക്കെ ഉണ്ട് ഇവിടെ എഴുതി. ആഭ്യന്തരം ഡൊമസ്റ്റിക് പോകൂലേ? ഇങ്ങനെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പോയി നോക്ക. കണ്ണമ്പായി എവിടെ നോക്ക? പോയിട്ടല്ലാതൊന്നും ആയിട്ടില്ലേ? കണ്ണം പോയിട്ടല്ലാതായിട്ടില്ല. നമുക്ക് പോയപ്പോ ഒരു 10 കൊല്ലൊക്കെ പോയ മാതിരി ഫീൽ ചെയ്യണേ. അത് എങ്ങനെ നമ്മളൊപ്പം ഉണ്ടായതുകൊണ്ടേ. എവിടെയാ വെച്ചാ കണ്ണമ്പായി എവിടെയുണ്ടാവും. അവിടെ ഉണ്ട്. അവിടെ നിൽക്കുന്നുണ്ട്. വെല്ലാണ്ട് ഏതായാലും എല്ലും കൊട്ടായിക്കണേ. സംഭവിച്ചത് ഞാൻ പോകും കുട്ടിയാളെ. എന്ത് പോകണ്ടത്? ആ 10 ദിവസത്തിന് വന്നാണ്. 1 വീക്കിനല്ലേ വന്നു. മുന്റെ പരിപാടിക്ക് വന്നല്ലേ. മുന്റെ പരിപാടി കൂടാ പോവാ. പോണെന്നൊന്നും ഞങ്ങള് പറയണില്ലല്ലോ എന്നോട്. ആണെങ്കിൽ പോയാൽ മതി. 5:30 സാധാരണ 5:30 ഫ്ലൈറ്റ് ഇറങ്ങുന്ന ടൈം. വിളിച്ചപ്പോ ഞങ്ങള് വെള്ളം കട നേരത്തെ ഇറങ്ങിന് ഫ്ലൈറ്റ് ആയിരുന്നു. എന്താ പറ്റിയാവോ? അത് ഓൻ ഫസ്റ്റ് ഗിയറിലിട്ട് പോകും ഡ്രൈവറ്. നമ്മളറിയുന്ന ആളെ കാരം സുരേന്ദ്രക്കാരൻ. നേരെ മൂന്റെ കബറിങ്ങൊക്കെ വന്നിക്കണത്. ഇവിടുന്ന് ഒരു യാസീൻ ഓതിയാണ്ട് പോകും ഇൻഷാ അല്ലാഹ്. മകൻ വന്ന് കണ്ടില്ലപ്പാ. അങ്ങനെ ഇതാക്കണം ആളെത്തിയിട്ടുണ്ട്. മൂന്റെ പരിപാടി കൂടാൻ വേണ്ടിയാണ്ട് 10 ദിവസത്തിന് ലീവിന് വന്നിക്കാണ്. ഉമ്മ കരയാണ്. ഉമ്മ എന്തിനാ കരയണ്? ഉമ്മ കൊടുത്തളേ. അയ്യോ ആശ ഏതായാലും തടിയൊന്ന് പിന്നെ പേക്കണ്. ജിമ്മിന് കൊണ്ടില്ലേ അജ്? അതന്നെ തടിയും പള്ളിയും ഇതൊക്കെ പേക്കണ്. ഷൂസൊക്കെ ഏതാ? നെയ്ക്കിന്റെ ഷൂസൊക്കെ വാങ്ങിക്കണ്. ഇപ്പൊ തബോക്കരാക്കാരനെ തുണിട്ടാണ്ടിക്കണ്.
ഞങ്ങൾ 3 ആളും പോയി കൊടുന്നു ഗൈസ്. അങ്ങനെ നമ്മളെ ഉപ്പും കാര്യങ്ങളൊക്കെ ഇതായിക്കുന്നു. എടാ വണ്ടി ഓഫ് ആയിക്കാ. എയർപോർട്ട് പോയി അങ്ങോട്ട് പോന്നു. ഇതെന്തിനാ? മസാല ബിരിയാണിക്കുള്ള മസാല. ഉപ്പാറ് നമ്മളെ ജംസി കേട്ടോ. ജംസിന്റെ ബിരിയാണി പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇല്ലാത്താ ജസിയെ ഇജ്ജ് കണ്ടില്ലേ ഇപ്പൊ നീച്ച? അപ്പൊ എവിടെയിരുന്നു? ജാസിനെ കണ്ടോ? കണ്ടോ? തടിയൊക്കെ ഉസാറായിക്കണ്, അടിപൊളിയായിക്കണ്. എന്ത് പിന്നെന്താ പറയാ? ഞങ്ങൾ നേരെ മൂന്ന് കബറിങ്ങക്ക് പോയി. ഇൻഷാ അല്ലാഹ് ഞങ്ങള് പോയി ഓരോ യാസീൻ ഓതി പോകാം. അപ്പൊ ആദ്യത്തെ പരിപാടി ആയതുകൊണ്ട് നമ്മള് ഇമ്മൂന്റെ കുടുംബക്കാരെയും എല്ലാരെയും വിളിച്ചിക്കണം. ഒരു 100-500 ആൾക്കാരെ പരിപാടിയാണ്. റസ്യമാമ ഇന്നലെ വന്നിക്കണം കേട്ടോ. എന്ത് മാമീറ്റ് എപ്പോഴേ പോയതപ്പോ കബറിങ്ങക്കൊക്കെ? മാമ പോന്നില്ലേ? കുഞ്ഞോളുമാക്ക് ഭക്ഷണം കൊടുക്കണത് ഇതാണ്. മാമ രാവിലെ തന്നെ പഴം പൊരിച്ചതും കാടമുട്ട ഞാൻ തിന്നുട്ടോ. മാമ അത് ഞാൻ തിന്നു. നമ്മളാൾക്കാരായതുകൊണ്ട് മാഷാ അല്ലാഹ് 10 ദിവസത്തിന് ലീവ് വന്നു. ആ ബുട്ടീക്ക തടിയപ്പ രാവിലെ ജിമ്മിന് പോകത്തേ. ഇപ്പൊ ഒരു ചെറിയ ചെറുക്കം. ജസി അല്ലേ? അല്ല ജസി പിന്നെ തടി ഉറക്കാൻ വേണ്ടിയാണ്ടേ ചോറ് ഒഴിവാക്കി. എത്ര ദിവസമായി ചോറ് വെച്ചിട്ട്? എന്താ പള്ള കാണുന്നത്? ഉസാറ് ഓനെ ഏതായാലും തടി സെറ്റ് ആയിക്കാണ്. അതേ മാമ മറ്റേത് ഇതാക്കിക്കാണ്. ഞാനും പോവാണ് ഏതായാലും കുറച്ച് ദിവസത്തിന് തടി കുറയാൻ വേണ്ടി. ഇതത്ര വലിയ കൂടുതലൊന്നുമില്ല. എന്ത് അല്ല തടി കുറയണല്ലോ. മാമ തന്ന് തീറ്റിച്ചിട്ടാണ് തടി കൂടിയത്. 74 കിലോ ഉണ്ടായിരുന്നു, 65. ജെസ്സി എത്ര ഉണ്ട് അറിയോ? ജെസ്സി എത്ര ഉണ്ട്? 84 കിലോ. എത്ര ഉണ്ട്? രണ്ടാഴ്ച പട്ടിണി ആയിരുന്നു. 1.5 കിലോ കുറഞ്ഞു. അല്ല 1.5 കിലോ കുറഞ്ഞു. വെറുതെ അടിച്ച പട്ടിണി കിടക്കണ ജെസ്സിനെ തളർത്തുക. ഇപ്പൊ രാവിലെ തന്നെ പൊന്നാരമ്മ 20 ഡിഗ്രി തണുപ്പ്, പെരും തണുപ്പ് രാവിലെ. അതിന്റെ ഇടയിൽ AC ഇട്ടുകൊണ്ടല്ലേ പോണത്. AC ഇട്ടിട്ടില്ലെങ്കിൽ ക്ലാസ് മൂടും ചെയ്യും. ഞങ്ങള് അവിടെ തെങ്ങിനോ ഇറങ്ങിയിരുന്നു. റോട്ടില് റോട്ടിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അല്ല അത് പനി ഞാൻ അങ്ങനെ പണ്ട് കാട്ടിക്കണ്. ഞാൻ പൊട്ടി പിടിച്ചാണ് എയർപോർട്ടിലേക്ക് അരമണിക്കൂർ പാണ്ടിക്കാട്ടിൽ അരമണിക്കൂർ ഞാന് കറക്റ്റ് അരമണിക്കൂർ കൊണ്ട് പാണ്ടിക്കാട്ടിൽ നിന്ന് എത്തിച്ചു. അരമണിക്കൂർ കൊണ്ട് പാണ്ടിക്കാടുന്ന് കറക്റ്റ് ഒരു ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമല്ല, 1 മിനിറ്റ് വരും. ഏതായാലും റാഹത്തായിട്ട് ചെറുക്കെത്തി, കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു 10 ദിവസം ഇവിടെ നിന്ന് ഉമ്മൂന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് പോകും. ഇമ്മൂനെ കുറിച്ചുകാണ്ട് ഇമ്മൂനെ കുറിച്ചുകാണ്ട് പാടിയത് നമ്മളെ ബൽക്കി മാമാന്റെ ചെറുക്കാനാട്ടോ. ഷെബിമോനാണ് പാടിയത്. ഷാനു ആ പാട്ടൊന്ന് മറ്റേ ആ പാട്ടൊന്ന് പാടിക്കാം. കനവിന്റെ വിങ്ങലായി
നോവേറും കൽവിലാൻ പ്രിയവർ പിരിഞ്ഞ ഓർമ്മയിലായി കൽബിൽ ഇമ്മവർ പിരിഞ്ഞ നോവും നേരിടുന്നേ. മാഷാ അല്ലാ. ആ പാട്ട് പൊളിച്ച് പൊളിച്ച്. ഫ്ലൈറ്റിൽ നിന്ന് കേട്ടിരുന്ന പാട്ട് ഐറിന്റെ ആളെത്തിക്കണേ. അല്ല വേറെന്തൊരു സാധനം ഐറി പറഞ്ഞല്ലോ. എന്തേന്നു ഐറിയ? ഒക്കെ മുട്ടായി ഐറിയ എന്തേന്നു? വേറൊരു സാധനം പറയുന്നില്ല വെച്ചാ എന്തേന്നു? അത് കൂടുതൽ ആശാ ഓ ആകാൻ പറ്റിയില്ല ഭാവിക്കോ? ആശാപ്പ രാവിലെ എത്തി. എന്ത് പോലെ ഞങ്ങള് മൂന്റെ കബറങ്ങക്ക് പോയല്ലോ. രാവിലെ പോകുന്നില്ലല്ലോ. വന്ന ഉടനെ നേരെ ഇജ്ജ് പോരുന്നുണ്ടോ? പോണ്ട നമുക്ക്. ആശിനെ കണ്ടിട്ട് പൂച്ചകള് ഇതാക്കണ ആകപ്പാടെ ഒച്ചയും പുളി ഉണ്ടാക്കണ്. അതിനെ ഇറക്കിയൊക്കെ എടുത്തോക്കെ അതിനെ. അതിന് നിങ്ങളളിയൊക്കെ നിങ്ങള് പരാതി പറയാനൊന്ന് വന്നിക്കണത്. എന്താ മൂത്ത പറയണേ? പുതിയ ഇൻഷാല്ലാ പുതിയ കേട്ടോ. ആർക്ക് മറ്റോനോ? മൂലിട്ടിക്കല്ലേ? പഠിപ്പ് 2-3 മാസം കൊണ്ട് സുന്ദരിയെ എന്താ വർത്താനം? സുഖാണ് എനിക്ക്. ഇതെന്റെ ചെരുപ്പാണ് ഇഷ്ടപ്പെട്ടത്. ചെരുപ്പ് ഇഷ്ടപ്പെട്ടത്. ചെരുപ്പ് ഇഷ്ടപ്പെട്ടു. ഇതാക്കണം നിങ്ങളെ അമ്മായിമ്മന്നെ. ആ നിങ്ങളെ അമ്മായിമ്മേണാ വരുന്നേ. 15 ദിവസം കൊണ്ടേ പഠിപ്പവിടെ കഴിച്ചാണ് കോഴിക്കോട്. ഇൻഷാല്ലാ. ഒരാള് ഗൾഫിൽ നിന്ന് 2 കൊല്ലായിട്ട് നേരെ നമ്മളെ പെരീക്കാണ് വന്നത് കേട്ടോ. മുന്റെ പരിപാടിയൊക്കെ കൂടി. പെരക്കാരെ അറിയില്ലല്ലോ? അറിയില്ല. ഇല്ല ഇന്ന് ചെലപ്പോ രാത്രി വരും. ആഴ്ച പെരീക്ക് എത്തിയിട്ടുള്ളൂ. എല്ലാരും വന്നിക്കണേ. ഇമ്മ വന്നിക്കണേ. പോക പോയേരി. ഓക്കെന്നാ. ആ ഓക്കടാ നമ്മള് വരടാ. അത് ഇനി ഞാൻ മറന്നാലും അജുവിനെ കൊണ്ട് ഇനി ഒന്ന് ഓർമ്മിപ്പിച്ചാ മതി. മാനപ്പ ചായ അടിച്ചിട്ടുണ്ട്. ടൈം സെറ്റാണ്. കരിമളിയാക്കാനൊന്ന് കാണാം. കരിമളിയാക്ക ഏയ് കരിമാടി തന്നെ. നിങ്ങള് പോയിക്കോളൂ. ഇഞ്ച കുട്ടി ഇടന്നോട്ടെ. എന്ത് ചേഞ്ചാറോ? ഇതിഞ്ച അമ്മേണേ വേറെ ആരും അല്ലേ? ആ ഇതിഞ്ച ആളേമേണേ. തന്നെ മാസ്ക് ഇട്ടാ മതി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അളയാക്കാരേ നമുക്ക് മാറ്റാം. ഇതിഞ്ച അമ്മേണ് അറിയാനേ. ഞാൻ ദിനേറ്റ് പോവാണ്. എന്നാ ഞാൻ ഓളേറ്റ് ഓൻ പറയാം അപ്പ അമ്മയാണ്. റിയാസ് ഫുൾ ടീം ഇവിടെ കണ്ടില്ലേ? കൊറേ നേരത്തെ വന്നുകാണ്ട് ഇങ്ങോട്ട് പാവങ്ങളെ മനസ്സിലാക്കിട്ടോ. ലാസ്റ്റ് വെച്ച് പറയുന്ന ചേട്ടില് ആ വീഡിയോ അല്ലേ? ആ വീഡിയോ ആൾക്കാരോട് ഒരു പൈസ നാട്ടുകാർക്ക് ഉപകാരമല്ലാറിന്. അത് പറയാലോ ആ വീഡിയോ. അതാണ് ആ വാക്കാണ് ഇതായത്. നോക്കേ ആ വീഡിയോ ആണ് വെറൈറ്റി ആയത്. ആൾക്കാരപ്പൊ കാണാൻ തുടങ്ങിച്ച് വിളിയും തുടങ്ങി. അതാണ് വേണ്ടത്. ഇപ്പോഴും പറഞ്ഞ ഒരു മനുഷ്യന് ഉപകാരമില്ലാന്നില്ലേ? ഇഞ്ച കുട്ടിയുണ്ട്. ഇഞ്ച കുട്ടിയുണ്ട്. അത് കുറിച്ചാ സംഗതി. ഇഞ്ച ഇമ്മൂനായിട്ട് എപ്പോഴും കോണ്ടാക്ടിൽ ഒരാളായി. ഇത് മാമ എപ്പോഴും ദിവസം എല്ലാരായിട്ടും ഉണ്ട്. കുഞ്ഞളയമാന്റെ എല്ലാ മക്കളും ഉണ്ട്. അവാദത്തില് നമ്മള് എല്ലാം ഞങ്ങൾ പോയിട്ടോ. അങ്ങനെ എല്ലാരും ഒത്തുകൂടി. ആശിക്ക് പെണ്ണേർച്ചിലാണ്. മോള് ഇവിടെ നേരത്തെ കാലത്ത് എത്തിയിട്ടുണ്ട്. ഉമ്മയുണ്ട്, മോളും ഉണ്ട്. അവിടെ മോള് ഇരിക്കുന്നുണ്ട്, മറ്റേ മോള് ഇരിക്കുന്നുണ്ട്.
അളിയാക്ക വന്നിക്കണ്. അമ്മായിയേ തരത്തരം അമ്മായി വന്നിക്കണ്, ഇവര് വന്നിക്കണ്. എല്ലാവരും വന്നു. പരിപാടി അൽഹംദുലില്ലാ റാഹത്തായിട്ട് കഴിഞ്ഞ്. എല്ലാവരും ദുആ ചെയ്യുക. മാമയുടെ ഒപ്പം തന്നെ പണി തുടങ്ങിയിരിക്കുന്നു. എല്ലായിടത്തേക്കാണ്. മാമ അവിടെ വെച്ചളി, നമ്മൾ വന്നിട്ട് ഇതാക്കാം. ഇപ്പൊ തന്നെ ഒരു വരൂല മാമ. എന്ത് ഇങ്ങനെ വല്ലാതെ ഉമ്മ കൊടുക്കല്ലേ? ഇപ്പം വല്ലാതെ കൊടുക്കണ്ടല്ലോ അമ്മ. എന്ത് മുടുക്കലാണോ കൊടുക്കണത്? എന്ത് മുടുക്കലാണോ കൊടുക്കണത്? എച്ചോട്ടൻ പിള്ള ഇരിക്കണുണ്ടല്ലേ? എച്ചോട്ടൻ പിള്ള എന്താ മുളച്ചൊന്നും ഉണ്ടാത്തത്? ഇജ്ജ് നാളെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു മോളോ? ഓഫാക്കണ ഇറക്കാവ്. കേട്ടോ. പിന്നെ അനസ് എന്നാണ് പേര്. ശരിക്കും നമ്മളെ ചാത്തോലിക്കുണ്ടില് ഇല്ല ആളാണ്. അപ്പോ ഓന്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. കച്ചെടുക്കണ പുതുപോക്ക് ഇപ്പൊ ഡീസന്റ് ആയിട്ട് ഇരിക്കണ കണ്ടങ്ങള് വളരെ ഡീസന്റ് ആയിട്ട് മാമൻ ഞാൻ നല്ല തല്ലച്ചു. അത് അറിഞ്ഞു ചേച്ചി ആ വീഡിയോ അനീതിയിലുണ്ടാവും. അത് വെറുതെ ഞാൻ വെറുതെ അടിന്റെ കുറവുണ്ടായിരുന്നു. അനുനെ ഉണ്ടാക്കടാ എല്ലാരും പോകാനുള്ള പരിപാടിയാണ്. അളിയാക്ക കുട്ടീനൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അനുവിന്റെ കുട്ടിയാണ് ഈ കുട്ടി. ഇതുണ്ട് ഇത് ഇത് എടി ഇങ്ങോട്ട് ഇപ്പൊ ചിരിച്ചിട്ടുള്ളൂ. ഇപ്പൊ ചിരിച്ചോളൂ. ചിരിയണ്ടില്ല. എന്താ രസം. എന്താ കിസ കിസ അറിയണ്? ഇളയമീൻ പിന്നെ ബൽക്കി മാമ എല്ലാരും വന്നിട്ടുണ്ട്. അളിയൻ പേര് വെച്ചാണ്. ആഹാ അയ്യോ ജസി ആ കുട്ടീനെ അങ്ങോട്ട് കൊടുന്നാ നോട്ടെ. എൻ്റെ അടുത്ത് അണിഞ്ഞിക്കണോ? മാഷാ അല്ലാഹ്. കന്നഡ ഇഷ്ടപ്പെട്ടിക്കണോ അല്ലേ? അതിന് അനുവിന്റെ കുട്ടിയാട്ടത്. അനുവിന്റെ കുട്ടി ഖബറിലേക്ക് ഇതിന്റെ എല്ലാം സബാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഇത് കാരണമായി ദീനാസും റാഹത്തും അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഇസ്ദിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശർക വൽ മുശ്രികീൻ. പരിപാടിയൊക്കെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് കഴിഞ്ഞു. ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും നമ്മളെ കുടുംബങ്ങൾ, ഇമ്മൂൻ്റെ കുടുംബം, പിന്നെ ഉമ്മാൻ്റെ കുടിക്കാര്, അതേപോലെ നമ്മളെ ഉപ്പാൻ്റെ അടുത്തുള്ള നമ്മളെ നാട്ടുകാർ, ബന്ധുക്കാർ എല്ലാവരും വന്നിരുന്നു. നമ്മളെ നൗഫർ വന്നിരുന്നു. അതേപോലെ ഒരുപാട് നമ്മളെ സുഹൃത്തുക്കളൊക്കെ വന്നിരുന്നു. റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം എന്തായാലും നമ്മളൊക്കെ മാതാപിതാക്കൾക്ക് പടച്ചോൻ ആരോഗ്യമുള്ള ദീർഘായുസ് പ്രധാന ചെയ്യുമാറട്ടെ. പിന്നെ ഞാൻ ആ പരിപാടിൻ്റെയും കാര്യങ്ങളോ വീഡിയോസോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ആസി വരുന്ന ആ വീഡിയോ മാത്രമേ ഉള്ളൂ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.